ഇറാൻ അമേരിക്ക യുദ്ധം അതിൻ്റെ ഗതി മാറിപ്പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഇറാൻ ഖത്തറിനെ വളരെ അധിക്ഷേപിച്ചുകൊണ്ട് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അല്ലാതെ മിസൈൽ അയക്കുകയോ ബോംബെറിയുകയോ ആക്രമിക്കുകയോ ഒന്നുമല്ല ചെയ്തിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 28 ഗൾഫ് യുദ്ധം, അതായത് ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയപ്പോൾ അന്ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചപ്പോൾ അതിന് എതിരെയായി ഇറാൻ ഗൾഫ് രാജ്യങ്ങളായ UAE, ഖത്തർ, ബഹ്റിൻ, സൗദി അറേബ്യ, കുവൈത്ത്, ഒമാനിൽ ആദ്യത്തെ ദിവസം ആക്രമണം ചെയ്തിട്ടില്ല എന്നീ രാജ്യങ്ങളിലേക്ക് ശക്തമായ മിസൈൽ മഴ നടത്തി, ഡ്രോൺ ആക്രമണം നടത്തി. വളരെയധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ആരും തന്നെ തിരിച്ച് അമേരിക്കയെ ആക്രമിക്കാൻ മുതിർന്നില്ല എന്നത് തന്നെ വളരെ ഒരു ദൈവാധീനമായിട്ട് നമുക്ക് കണക്കാക്കാം. അന്ന് ഫെബ്രുവരി 28 ഖത്തറിലെ സൈനിക താവളം ആക്രമിച്ച് നശിപ്പിച്ച് കളയാൻ ഇറാൻ തൊടുത്തുവിട്ട Su-24 എന്ന അതിനൂതനമായ ആ വാർ ഫ്ലൈറ്റ് ആ ഖത്തറിൻ്റെ സൈനിക കേന്ദ്രത്തിൽ ചെന്ന് ആക്രമിക്കുന്നതിനിടയിൽ അവിടെ തകർന്നു വീഴുകയാണ്. ഈ തകർച്ചയിൽ ആ ഫ്ലൈറ്റിൽ 4 പൈലറ്റുമാരുണ്ടായിരുന്നു. ഈ 4 പൈലറ്റുമാരിൽ അന്ന് ഖത്തർ തന്നെ അതിൻ്റെ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഒരു പൈലറ്റ് അവിടെ ആ സ്പോട്ടിൽ വെച്ച് മരിച്ചതായിട്ട് അന്നത്തെ വാർത്തകളിൽ ന്യൂസായി വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കി 3 പൈലറ്റുകൾ എവിടെ പോയി എന്ന് ആരും അന്ന്, കാരണം വീണ്ടും യുദ്ധം വളരെ ശക്തമായി പോയതിൻ്റെ ഫലമായിട്ട് അതാരും ശ്രദ്ധിച്ചില്ല പിന്നെ. പക്ഷെ 3 പേര് മരിച്ചതായിട്ടൊരു റിപ്പോർട്ട് വന്നിട്ടില്ല. എന്നാൽ ഈ ഇറാൻ യുദ്ധം ചെയ്യാനറിയാം, ഇവിടെ യുദ്ധത്തിന് പറഞ്ഞു വിടുന്ന ആ പാവം സൈനികരുടെ പിന്നാലെ ആരും പോകാറില്ല. അവർ ചത്തില്ലേ എന്നോ അവർ അന്വേഷിക്കുന്നില്ല. സാധാരണ ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ തന്നെ ഓർമ്മയുള്ളൂ, നമ്മൾ പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് നമ്മുടെ ഒരു പൈലറ്റ് ആ ഫ്ലൈറ്റ് അവിടെ തകർന്നു വീണപ്പോൾ പാകിസ്ഥാനിൽ അവർ പിടിച്ചു. അദ്ദേഹത്തെ ഇടിച്ച് കസ്റ്റഡിയിലെടുത്തു. പക്ഷേ നിമിഷങ്ങൾ കൊണ്ട് നമ്മുടെ രാജ്യം പ്രതികരിച്ചു. അവർ ബൈ റോഡ് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ കൈമാറുകയും ചെയ്തു. യുദ്ധത്തിലെ ലോകരാജ്യങ്ങൾ തമ്മിൽ ഒരു കരാറുണ്ട്. ആ കരാർ പ്രകാരം ആക്രമിക്കുന്ന സമയത്ത് മരിക്കുക, അതൊക്കെ വേറെ വിഷയം. ആക്രമണം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് അയാൾ അവിടെ ജീവനോടെ ആ മറ്റൊരു രാജ്യത്ത് അകപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ ആക്രമിക്കാൻ പാടില്ല. ഇതൊരു ഉടമ്പടിയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള. ആ ഉടമ്പടി ലോക നിയമമാണ്. അപ്പോൾ അന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടപ്പോൾ ഇറാനിൽ തന്നെ അമേരിക്കയുടെ ഭടന്മാരവിടെ വീണിട്ട് നമ്മൾ അവരെ രക്ഷിച്ചു കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഇറാൻ അവരുടെ 4 പൈലറ്റുമാർ, ഒരാൾ മരിച്ചു എന്ന് റിപ്പോർട്ടും അതിൻ്റെ ബോഡിയൊക്കെ അവർ കണ്ടപ്പോൾ ബാക്കി 3 പേരെ കുറിച്ച് അന്ന് അവർ ചർച്ച ചെയ്തില്ല. ഇപ്പോൾ ഫെബ്രുവരി 28 കഴിഞ്ഞ് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണ്, ജൂലൈ, ആഗസ്റ്റായി. ആൾമോസ്റ്റ് 6 മാസം കഴിയുമ്പോഴാണ് ഇറാന് ബോധോദയമുണ്ടാകുന്നത്. ഈ 3 പൈലറ്റുമാർ എവിടെയാണ്? ഇറാൻ ആംഡ് ഫോഴ്സ് ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് ബാഗ്ദേ ഇന്നലെ അതിശക്തമായിട്ട് ഖത്തറിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ മരിക്കാത്ത 3 പൈലറ്റുമാരുടെ പേര് പറഞ്ഞുകൊണ്ട്, അതായത് ജാവേദ് സലാഫി, അബ്ദുൽ മജീദ്, ഒമറാൻ, ഇങ്ങനെ 3 പൈലറ്റുമാരാണ് അന്നവിടെ ജീവനോടെ അവിടെ
അകപ്പെട്ടിരിക്കുന്നത് ഈ ഖത്തർ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. ഇത് നിയമപരമായി തെറ്റ് തന്നെയാണ്. ഖത്തർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് തെറ്റ് തന്നെയാണ്. ഇനി ഇറാൻ ചോദിച്ചില്ലെങ്കിലും ഖത്തർ അത് പരസ്യം ചെയ്ത് റെഡ് ക്രോസ് ഇൻ്റർനാഷണൽ സംഘടന അറിയിക്കുകയോ ഈവൻ ഇനി ഇറാനെ തന്നെ അറിയിക്കുകയോ ചെയ്യേണ്ട ഒരു ചുമതല ഖത്തറിനുണ്ട്. അല്ലാതെ കൊന്നുകളയാൻ ഒരിക്കലും ഇവിടെ നിയമമില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ UN തുടങ്ങിയ രാജ്യങ്ങൾ അതിൽ ഇടപെടും. അത് ചെയ്തവരെ ശക്തമായിട്ട് അതിനുള്ള പ്രതിഫലം കിട്ടും എന്നതിന് ഒരു നിയമവ്യവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആംഡ് ഫോഴ്സിൻ്റെ ഹെഡ് ഇപ്പോൾ ഈ മുഹമ്മദ് ബാഗ്ദേ, അതായത് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബാഗ്ദേ ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണമായി ഖത്തറിനെതിരെ വന്ന സ്ഥിതിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തെളിവോടുകൂടി ഖത്തർ പറയേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ആൾറെഡി ഇറാൻ ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിൽ ഇതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട്. ഖത്തർ ഇതുവരെ അത് ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയായ അതിൻ്റെ വിശദീകരണം ഖത്തർ ഉടൻ തന്നെ നൽകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ വിഷയം അതൊന്നുമല്ല. ഇത് പറയുമ്പോഴും ഇറാൻ UAEനെയും ഖത്തറിനെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്, യുദ്ധം മുന്നോട്ട് പോകുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, എത്ര ആക്രമിച്ചാലും ഇറാൻ്റെ മിസൈലുകൾ തീരുന്നില്ല, ഡ്രോണുകൾ തീരുന്നില്ല, അത്യാധുനിക ഫ്ലൈറ്റുകൾ എല്ലായിടത്തും ആക്രമിച്ച് കീഴ്പ്പെടുത്തി വീഴുന്നു, നശിച്ചു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും അത് അവർ ഉപയോഗിക്കാൻ വരുന്നു. അപ്പോൾ ഇവിടെ എന്തോ ഒരു കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ആശങ്കാകുലരായിട്ട് ഇരിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം ഇന്ന് ഉക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയിട്ട് 2 കൊല്ലത്തായി. അത് അതിൻ്റെ ഇടയിൽ തണുത്ത് കിടക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് റഷ്യയെ ഞെട്ടിപ്പിച്ചുകൊണ്ട്, റഷ്യ ഞെട്ടിയിരിക്കുകയാണ്. സത്യത്തിൽ പുടിൻ വളരെ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കായി രഹസ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. കാരണം റഷ്യയുടെ പ്രധാന ആയുധ കേന്ദ്രങ്ങളെയാണ് ഉക്രൈൻ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ വന്നു, ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്. അത്രയും വലിയ തീപന്തങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്രമിക്കണം, ഇത്രയും വലിയ നാശനഷ്ടം ഉക്രൈന് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് പിന്നിൽ വലിയൊരു ശക്തിയുണ്ട്. ആ സംശയം പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഉക്രൈന് ശക്തി കൊടുത്തത്, ഈ ആയുധങ്ങൾ കൊടുത്തത് അമേരിക്കയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഒരു ഭാഗത്ത് അമേരിക്ക ഇങ്ങനെ കളിക്കുന്നു, വേറൊരു ഭാഗത്ത് റഷ്യയെ ആക്രമിക്കുന്നു. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടതായിട്ടുള്ളൊരു സന്ദർഭം ഇപ്പോൾ വരുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായി വരികയാണ്. കാരണം അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സാമ്പത്തികമായി കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ ഒരു സമാധാന സാഹചര്യം, അന്തരീക്ഷം ഉണ്ടാക്കാൻ, അത് സംസാരിക്കാൻ, എല്ലാവരെയും പറഞ്ഞ് ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പഴയ അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകാൻ, അത് സംസാരിക്കാൻ, ഇവരെയൊക്കെ നേരിട്ട് സംസാരിക്കാൻ, അതായത് ചതിയും വഞ്ചനയും നടത്തുന്ന സംസാരമല്ല വേണ്ടത്. സത്യസന്ധമായ സംസാരം നടത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള സൊല്യൂഷനിലേക്ക് എത്തിച്ചുകൊണ്ട് ഇത് നിർത്തിക്കേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. അതർ ലോകമഹായുദ്ധം നമ്മൾ കാണേണ്ടി വരും. ഇത് വളരെ സങ്കടം നിറഞ്ഞ കാര്യമാണ്. ആൾറെഡി എല്ലാ രാജ്യങ്ങളും ഈ പ്രശ്നം, ഈ യുദ്ധം കാരണം സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റ് എല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
നല്ല ബുദ്ധി തോന്നി നല്ല നേതാക്കൾ ഇതിൽ മുൻകൈ ഇട്ട് ഇറങ്ങും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് യുക്രൈൻ ചെയ്ത ഈ വിഡ്ഢിത്തരം, അതിൻ്റെ പിന്നിൽ കളിച്ചവരുടെ ആ കുബുദ്ധി, ഇതൊക്കെ കാണുമ്പോൾ ഈ 6 മാസമായിട്ട് സ്വന്തം രാജ്യത്തെ 3 പൈലറ്റുമാരെ ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ച് രംഗത്ത് വരിക, ഇതൊക്കെ കൂടി പലതരം ഊഹാപോഹങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരികയാണ്.